കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവെഴുത്ത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നു സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവെഴുത്തുകളുടെ മർമ്മം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. അങ്ങ് മഹത്വമെടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ ഹവയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവ തേജസ്സിൻ്റെ കീഴിലായിരുന്നവരാണ് ദൈവത്തിൻ്റെ മകനായ ആദാമും ആദാമിൻ്റെ ഭാര്യ ഹവ്വായും. എന്നാൽ ഇവരെ കർത്താവ് കൊണ്ട് ഏതെങ്കിലും ഒരു തോട്ടത്തിൽ കൊണ്ട് പാർപ്പിച്ചു. അവർക്ക് അവിടെ വേണ്ടുന്ന സകല വൃക്ഷങ്ങളും അതിൻ്റെ ഫലമൂലാദികളും എന്ന് വേണ്ട ഒരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ വേണോ ആവശ്യമായിരിക്കുന്ന സകല അവർക്ക് തിന്മാനും കുടിക്കാനും ഒക്കെ ഉള്ളത് എല്ലാം ആ തോട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ തോട്ടത്തിൽ ദൈവം വേറൊരു കാര്യം കൂടെ ചെയ്തു. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ആദാമിനോട് ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. നിശ്ചയമായിട്ട് ഇത് പറയുമ്പോൾ ഹവ ഉണ്ടായിരുന്നില്ല, എന്നാൽ ആദാമിൽ ഹവ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 5:1 നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആദാം ഹവയോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹവ്വായിക്ക് ഈ വൃക്ഷഫലത്തോട് ഒരു താല്പര്യം, ഈ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലത്തോടാണ് അവൾക്ക് താല്പര്യം തോന്നിയത്. അതിൻ്റെ റീസണും പറയുന്നുണ്ട്. അത് കാണാൻ ഭംഗിയുള്ളതായിരുന്നു, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായി അവളുടെ ഉള്ളിൽ ആ ഒരു ചിന്ത മുന്നവേ ഉണ്ടായിരുന്നു. എൻ്റെ ഭാവനയിൽ, എൻ്റെ ചിന്തയിൽ മിക്കവാറും ആദാം ഇത് പറഞ്ഞതിന് ശേഷം, അവളുടെ ഭർത്താവായ ആദാം ഇത് പറഞ്ഞതിന് ശേഷം, ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പലപ്പോഴും അവൾ ആ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ പോയി നോക്കി നിന്നിരിക്കാം. ഇത് അദൃശ്യമണ്ഡലത്തിൽ ഇരുന്നാൽ സാത്താൻ ഇത് കണ്ടു മനസ്സിലാക്കി ഹവ്വയെ മോഹിപ്പിക്കാൻ വേണ്ടി പാമ്പിലൂടെ സാത്താൻ പ്രവേശിച്ചു ഹവ്വയെ സ്വാധീനിക്കുക ചെയ്തത്. അപ്പോൾ ഈ പിശാചുക്കൾക്ക് സ്വാധീനിക്കാൻ അതിന് ഏതെങ്കിലും ഒരു ജഡം മതി. അത് മനുഷ്യ ജഡമാകാം, മൃഗങ്ങളുടെ ജഡമാകാം, പക്ഷിപ്പർവാദികളുടെ ജഡമാകാം. ഏതിലെങ്കിലും കൂടെ അത് പ്രവേശിച്ച് മനുഷ്യനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും ദൈവമക്കൾ മനസ്സിലാക്കുന്നില്ല. തേജസ്സിന് കീഴിൽ കിടന്നിരുന്ന ഹവ്വായെ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ തേജസ്സൊന്നും പ്രാപിക്കാത്ത, തേജസ് എന്തെന്നറിയാത്ത ദൈവമക്കളെ സ്വാധീനിക്കാൻ എത്ര അധികം കഴിയും. പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ദൈവ സാന്നിധ്യത്തെയും ദൈവത്തിൻ്റെ അഭിഷേകത്തെയും പരിശുദ്ധാത്മ നിറവിനെയൊക്കെ പലപ്പോഴും തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവളുടെ ഹൃദയം മനസ്സിലാക്കി ആ ചിന്ത, ഇവളുടെ ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ടുള്ള ചിന്ത, ദൈവം കൊടുത്ത ആ ചിന്തയ്ക്കെതിരായിട്ട് അവളുടെ ഹൃദയത്തിൽ ഈ ചിന്ത കൊണ്ടുവന്നത് അദൃശ്യമണ്ഡലത്തിൽ നിന്ന് ചിന്ത ഇട്ടുകൊടുത്തത് പിശാചാ. അപ്പോഴും ദൈവ തേജസ്സിൻ്റെ കീഴിലായിരുന്ന ഈ ഹവ്വ. എന്നാൽ ഈ പാമ്പുമായിട്ട് സംഭാഷണം കൂടിയതിന് ശേഷമാണ് 3-ാം അധ്യായത്തിൻ്റെ 1 ചിന്തിക്കുമ്പോൾ പാമ്പു കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിൻ്റെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇപ്പോൾ റിയലി ദൈവം അങ്ങനെ പറഞ്ഞതാണോ എന്ന് ചോദിക്കുക. ഹവ്വയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അത് കഴിക്കരുത്, അത് തൊടുകയായിരുതെന്ന് പറഞ്ഞു. അപ്പോൾ തുടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, കഴിക്കരുതെന്ന് പറഞ്ഞു. കഴിച്ചാൽ തിന്നുന്ന നാളിൽ മരിക്കും. അത് ദൈവത്തോടുള്ള അനുസരണ. ഈ ഹവ്വായ്ക്കും ആദാമിനും ദൈവത്തോട് അനുസരണയുണ്ടോ, ദൈവത്തോട് സ്നേഹമുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റായിരുന്നു. പലപ്പോഴും ദൈവമക്കളെ ദൈവം ഇങ്ങനെ ശോധന ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ നിയമങ്ങൾ അത് നാം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യും. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ജെരമ്യാ പ്രവചനം 42:2 പറയുന്നുണ്ട്, നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ട കാര്യങ്ങളും ദൈവം മുന്നേ നമ്മെ അറിയിക്കും. പക്ഷേ നടക്കേണ്ടുന്ന വഴി പറഞ്ഞു തരുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള അറിവൊന്നും ദൈവം തരത്തില്ല.
നീ ഇന്ന രീതിയിൽ പോകണം, ഇന്ന രീതിയിൽ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇവിടെ തന്നെ ഇന്നത് തിന്നരുതെന്ന് കൽപ്പിച്ചു. തിന്നാൽ മരിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ബാക്കി ഒരു കാര്യവും കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പാമ്പ് പറയാൻ നീ മരിക്കുകയില്ല നിശ്ചയം, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അപ്പോൾ തിന്നുന്ന നാളിൽ, തിന്നണമെന്നോ തർപ്പിച്ച് പറയുന്നില്ല, തിന്നെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഉറപ്പ് കൊടുക്കുന്നത്, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അവൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമായിരുന്നു അത് തിന്നാൻ പാടില്ല. ഇവർ നന്മയുടെ കീഴിലാണ് വസിക്കുന്നത്. അപ്പോൾ ഈ ഫലം തിന്നാൽ മാത്രമേ നന്മ ഏത് തിന്മ ഏതെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ തിന്മയുടെ വഴി നാം പോകത്തില്ല. തിന്മ നമ്മെ പിന്തുടർന്ന് വന്നാലും ആ തിന്മ നമ്മൾ അതിനെ മനസ്സിലാക്കി നമ്മൾ അതിനെ വിട്ടകന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞത്. എന്നാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞില്ല. ഹവ്വായെ അത് അട്രാക്റ്റ് ചെയ്തിരുന്നില്ല. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നിരുന്നുവെങ്കിൽ, ജീവൻ്റെ വൃക്ഷമെന്ന് പറയുന്ന യേശു ക്രിസ്തുവാണോ? ജീവനിലേക്കുള്ള വഴി യേശുവാണ്. അപ്പോൾ ആ ജീവവൃക്ഷത്തിൻ്റെ ആ ഫലം തിന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ആ സാദൃശ്യവും രൂപവും തന്നെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവം അവനിൽ വാഴുമായിരുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ഇന്നും ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും ഒരേ ഒരു കാര്യം, ദൈവത്തിൻ്റെ സാദൃശ്യവും രൂപവും മനുഷ്യൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഗലാത്യർക്ക് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച്. അവിടെ സമാധാനവും സന്തോഷവും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കണമെങ്കിൽ അന്ന് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവർ ആ അന്തരീക്ഷത്തിൽ തന്നെ, ആ സാന്നിധ്യത്തിൻ്റെ കീഴിൽ തന്നെ അവർ ജീവിക്കുമായിരുന്നു. പക്ഷെ അത് അട്രാക്റ്റീവ് ആയിരുന്നില്ല. ഹവ്വായെ അത് സ്വാധീനിച്ചിരുന്നില്ല. പകരം ആ അട്രാക്റ്റീവായിട്ടുള്ള ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നപ്പോൾ ആ തേജസ് നഷ്ടപ്പെട്ടു. അവരെ മൂടിയിരുന്ന ദൈവസാന്നിധ്യം അവരെ വിട്ടുമാറിക്കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ തേജസ്സായിരുന്നു അവരുടെ വസ്ത്രം. സാത്താൻ വിചാരിച്ചത് ഒരിക്കൽ അവനെ വെട്ടിമാറ്റിയതുകൊണ്ട് ഇവരെയും ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ആക്കണമെന്നുള്ളതായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യം. പക്ഷെ അത് സാധിച്ചു. എന്നാൽ ദൈവം അതിനു അവരോട് കരുണ ചെയ്തു. അവരെ നഗ്നരായി വിടാൻ കർത്താവിന് മനസ്സായില്ല. അതുകൊണ്ട് തന്നെ ഒരാട്ടിൻ ഇവിടെ പറയുന്നു, ആദാമിനും അവൻ്റെ ഭാര്യയ്ക്ക് തോൾ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഉൽപ്പത്തി 3:21 പറയുന്നു. നിശ്ചയമായിട്ട് അവിടെ ഒരു യാഗം നടന്നു കാണണം. അതുകൊണ്ടാണല്ലോ തോൾ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് അവർ കൈനീട്ടി ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് ഇനി തിന്ന് അവർ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന്. എന്ന് വെച്ചാൽ അവർ എന്തായാലും പാപം ചെയ്തു. നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നു, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു, അവരുടെ ആത്മാവിൽ ഉണ്ടായിരുന്ന ജീവൻ നഷ്ടപ്പെട്ടു, ആത്മാവ് മരിച്ചു. എന്നാൽ ഈ പാപം ചെയ്ത മനുഷ്യൻ വീണ്ടും പാപം ചെയ്ത് ഒരിക്കലും അവന് മരണമില്ലാത്ത അവസ്ഥയിൽ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർ ഇനി പറിച്ചു തിന്ന് നിത്യപാപികളായി തീരാതിരിക്കാൻ അവിടെ പറഞ്ഞു, ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജോലിയുമായി നിർത്തി. അവിടേക്ക് ഇവർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെരൂബുകളെ ആക്കി ഇവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവരെ ഇറക്കിക്കളഞ്ഞു. വാസ്തവത്തിൽ അന്ന് സാത്താൻ്റെ ആഗ്രഹം സാധിച്ചു. അവൻ വിചാരിച്ചത് നിശ്ചയമായിട്ട് ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കണം. തനിക്ക് നഷ്ടപ്പെട്ട, കാരണം സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കെരൂബായിരുന്നല്ലോ ലൂസിഫർ. ഒരിക്കൽ ഈ കെരൂബ് ചിന്തിച്ചു, ഞാൻ യെശയ്യാപ്രവചനം 14 അവിടെ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ കയറി എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടിയിട്ടു. അപ്പോൾ അവന് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. അതുപോലെ ഇവരെ കൊണ്ട് പാപം ചെയ്യിച്ച് ഇവരെ പുറത്താക്കുക എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതിൽ അവൻ വിജയിച്ചുവെങ്കിലും
അവിടെ ആ ജീവങ്കിലേക്കുള്ള വഴി തൽക്കാലം അവിടെ കെരൂബിനെ കൊണ്ട് വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്കി കെരൂബുകളെ തിരഞ്ഞുകൊണ്ട് വാളിൻ്റെ ജോലയുമായി നിർത്തി. എന്നാൽ ദൈവം തന്നെ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തു വന്നപ്പോൾ കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി ആ സ്വർഗത്തിലേക്കുള്ള വഴി, ജീവങ്കിലേക്കുള്ള വഴി മാനവരാശിക്കായി തുറന്നു തന്നത് നിമിത്തം ആ ജീവങ്കിലേക്കുള്ള വഴി ഇന്ന് നമുക്ക് വേണ്ടി, ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുക. ഇത് പലപ്പോഴും മാനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല. ഒരുവൻ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു, ആ ഒരു മനുഷ്യപുത്രനായി പിറന്ന ഒരാളിലൂടെ എങ്ങനെ മാനവരാശിക്ക് രക്ഷ ലഭിക്കുമെന്നാണ് മാനവകുലം ചിന്തിക്കുന്നത്. എന്നാൽ സ്വർഗവും ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നത്. അത് വിശ്വാസമാണ്. വിശ്വസിച്ചാൽ മാത്രമേ ആ വഴി, ആ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ജീവനും വഴിയും സത്യവുമാവുന്നു. അപ്പോൾ ആ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആ വഴി തുറക്കപ്പെടുന്നുള്ളൂ. മനുഷ്യന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കൊരു വഴി തുറക്കപ്പെടണമെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം പിളർക്കപ്പെടണം. യേശു ക്രിസ്തു മാനവരാശിയുടെ പാപവും ശാപവും രോഗവും ഭാരവും എല്ലാം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ പരമയാഗമാക്കിയതുകൊണ്ടാണ് ആ വഴി തുറക്കപ്പെട്ടത്. അങ്ങനെ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ജീവങ്കിലേക്കുള്ള വഴി യേശു ക്രിസ്തുവാണെന്ന് പറയുന്നത്. ജീവവൃക്ഷത്തിൻ്റെ ഫലം അന്ന് അവർക്ക് പറിച്ചു തിന്നാൻ അവരുടെ മനസ്സിൽ തോന്നാതിരുന്നതിൻ്റെ കാരണവും വേറൊന്നുമല്ല, അതിൻ്റെ ഒരു അട്രാക്ഷൻ അവർക്കുണ്ടായില്ല. ഇന്ന് മാനവകുലത്തിനും ക്രിസ്തുവിലൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നില്ല. കാരണം മറ്റു മനുഷ്യരെ പോലെ യേശു ക്രിസ്തുവിനെ ചിന്തിക്കുന്നത് കൊണ്ട്. ദൈവത്തിൻ്റെ പുത്രനായി യേശു ഭൂമിയിൽ അവതാരം എടുത്തു, മാനവരാശിക്ക് വേണ്ടി തന്നെ പരമയാഗമാക്കി, അത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിച്ച് ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ സ്വർഗം തുറക്കപ്പെടുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് യേശുക്രിസ്തു ഇരിക്കുകയാണ്. അപ്പോൾ ആ ജീവങ്കിലേക്കുള്ള വഴി അത് മനുഷ്യൻ ഭൂമിയിൽ വച്ച് അത് കണ്ടെത്തി, അത് മനസ്സിലാക്കി, അത് സ്വീകരിച്ച് അതിൽ രക്ഷ പ്രാപിക്കാൻ ഏക വഴി കർത്താവായ യേശുവാണ്. അതിലേക്ക് തിരിയണമെന്ന് ഈ മീഡിയയിലൂടെ കേൾക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ചോയ്സില്ല. ഇവിടെ വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇവിടെ വെച്ചാണ് ദൈവത്തെ നാം മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ദൈവമാണെങ്കിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കണം. ദൈവമാണെങ്കിൽ നമ്മുടെ ചിന്തകൾ അറിയണം, നമ്മുടെ വികാരങ്ങൾ അറിയണം, നമ്മെ രക്ഷിക്കാൻ കഴിയണം, നമ്മുടെ കഷ്ടങ്ങൾ ദുഃഖങ്ങൾ നമ്മളോട് സംസാരിക്കണം, നമ്മളെ രക്ഷിക്കണം. ഇതൊന്നുമല്ലാത്തതിനെ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി അത് ദൈവമാണെന്ന് പറഞ്ഞ് നമ്മൾ മണ്ടന്മാരാകരുത്. ആമേൻ, സ്തോത്രം. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഒരിക്കലും ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ ജീവങ്കിലേക്കുള്ള വഴി നമുക്ക് തുറന്നു കിട്ടും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശ്വാസികളായ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആമേൻ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്നതിന് ശേഷം എല്ലാവരും വിശുദ്ധന്മാരാണ്, അവർ ചെയ്യുന്ന ഒരു പാപവും ദൈവം കണക്കിടുന്നില്ല എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെയൊന്നുമില്ല. നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം നമുക്ക് ശിക്ഷ തരും. തെറ്റുകൾ തിരുത്തി മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപമാകാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു പരമയാഗമായി തീർന്നത്. അപ്പോൾ മനുഷ്യന് അഭിഷേകം ഉള്ളവനെ തെറ്റിക്കാൻ പറ്റും. തേജസ്സിന് കീഴിരുന്ന ആദാമിനെ തെറ്റിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അഭിഷേകം ഉള്ളവന് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിന് എതിരായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി അതിനെ ദൈവാത്മാവിനാൽ പിടിച്ചടക്കി നിങ്ങൾ അതിൻ്റെ മേൽ ജയമെടുക്കണമെന്ന് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10:4-5 ഭാഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങൾ ഏറ്റെടുത്ത് ശത്രുവിനെ ജയിച്ചു. നമ്മുടെ നമ്പർ 1 ശത്രു നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും വികാരങ്ങളും. നാം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എന്ന് വെച്ചാൽ നമുക്ക് സ്വതന്ത്ര ജീവിയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മുടെ മനസ്സിനെ നമുക്ക് ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം തന്നെയാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയപ്പെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തോളം ജീവിക്കുവാൻ നമുക്ക് സാധിക്കും.
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജനത്തെ തൃക്കരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നതാണ്. മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും സങ്കല്പങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് എതിരായി സ്വയം സ്തോത്രം മനസ്സിൽ കർത്താവെ രൂപപ്പെടുത്തിയെടുക്കുന്ന കാര്യങ്ങളെ അതിജീവിക്കത്തക്ക ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് അങ്ങയുടെ ജനം വിശുദ്ധരായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിതാവേ സ്തോത്രം അവൻ്റെ കാലത്തെകുമെങ്കിൽ, അവൻ്റെ ഈ ഭൂമിയിലെ ആയുസിൻ്റെ കാലത്തെകുമെങ്കിൽ അവൻ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായിട്ട് മടങ്ങി വന്ന് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവം കൃപ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുപ്പാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ.